നമസ്കാരം. അപമാനം സഹിച്ച് അവഗണന സഹിച്ച് ഒരു തരത്തിലും തല കുമ്പിടാൻ തയ്യാറല്ലാത്ത നേതാവാണ് സുരേഷ് ഗോപി. എല്ലാ സ്ഥലത്തും തൻ്റെ അടുത്തോടുകൂടി തലയുയർത്തി പോട പുല്ലേ എന്നുള്ള സമീപനമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ പറയുന്നത് പോലെ ഫ പുല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ സമീപനം. ഫ പുല്ലേ എന്ന് പറയുന്ന സമീപനം തന്നെ അദ്ദേഹം ജീവിതത്തിലും എടുത്തില്ലെങ്കിൽ ഇനി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് അട്ടിമറി വിജയം നേടിയതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നമുണ്ട്, അശ്രാന്ത പരിശ്രമം, തുടർച്ചയായുള്ള ലക്ഷ്യം കൈവരിക്കാനുള്ള പോരാട്ടം. 5 വർഷം ആ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് തൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചു. മാത്രമല്ല അവിടെയുള്ള ജനങ്ങളുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടാക്കുകയും അവരുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്തു. കരുവന്നൂർ ബാങ്കിന്റെ കാര്യം നമുക്കറിയാം. ആ ബാങ്കിന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്ന് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയതിന് കാരണം അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം 18 കിലോമീറ്റർ കരുവന്നൂർ മുതൽ തൃശ്ശൂർ വരെ നടത്തിയ പദയാത്രയാണ് അദ്ദേഹത്തിന് പ്രധാനമായും ആദ്യം അട്ടിമറി വിജയം നേടാൻ സഹായിച്ചതെങ്കിൽ, രണ്ടാമത് അദ്ദേഹം തൃശ്ശൂർ പൂരത്തിൽ ഏത് തരത്തിലാണെങ്കിലും അട്ടിമറി സൃഷ്ടിച്ചിട്ടാണെങ്കിലും സ്വാധീനിച്ചിട്ടാണെങ്കിലും ആംബുലൻസിൽ പോയിട്ടാണെങ്കിലും അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങുകയും അതുവഴി തൃശ്ശൂരിൻ്റെ ഓമനപുത്രനായി അദ്ദേഹം ആവാൻ ശ്രമിക്കുകയും ചെയ്തതുവരെയാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്ലസ് പോയിന്റായി കിട്ടിയത്. അതിലൊരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വിശുദ്ധ പള്ളിയിൽ കന്യാമറിയത്തിന് വിശുദ്ധ മാല, സ്വർണത്തിൻ്റെ രത്നത്തിൻ്റെ മാല അദ്ദേഹം അണിയിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒറ്റയടിക്ക് അദ്ദേഹത്തിന് അനുകൂലമാക്കാൻ സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിധത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി, ഈ ഇലക്ഷന് മുമ്പ് കുറേ കാലമായി പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന മിശിഹയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ അദ്ദേഹം കഴിഞ്ഞിരുന്നു. അതിലുപരി സിനിമാ താരം എന്നുള്ളൊരു വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ. അങ്ങനെ ജയിച്ച സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം പിന്നീട് നടന്ന കാര്യങ്ങളാണ് വിചിത്രമായി തോന്നിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കോ കേന്ദ്ര ഗവൺമെന്റ് ഒരു വില പോലും കൽപ്പിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ BJP അദ്ദേഹത്തെ തടയാൻ തുടങ്ങിയത് കുറെ കാലമായി. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഏറ്റവും അധികം പറഞ്ഞിരുന്നത് എയിംസ്, അതേപോലെ കേന്ദ്ര ഏറ്റവും അതിവേഗ റെയിൽവേ തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹം ഇവിടെ പലതവണ പ്രഖ്യാപിച്ചിരുന്നു, ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതോടനെ എയിംസ് ഉടനെ വരും എന്ന് പറഞ്ഞിരുന്നു. ഈ ബഡ്ജറ്റിൽ വരേണ്ടത് എന്തുകൊണ്ടും പ്രധാനപ്പെട്ടതായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കിയ എല്ലാ സ്ഥലങ്ങളിലും താഴേക്ക് 3ാം സ്ഥാനത്തേക്ക് പോയി. പലയിടത്തും കെട്ടിവെച്ച പൈസ പോയ സുരേഷ് ഗോപി എഫക്റ്റ് എല്ലാം പോയെന്നർത്ഥം. അത് തിരിച്ചു വരണമെങ്കിൽ, കേരളത്തിൽ BJP പിടിച്ചു നിൽക്കണമെങ്കിൽ കേരളത്തിലേക്ക് അദ്ദേഹം സുരേഷ് ഗോപി പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും വരുമായിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റിൽ അങ്ങനെ ഒരു കാര്യം മാത്രം ഉണ്ടായില്ല. പകരം ആമമുട്ടയെ കുറിച്ച് മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിലാണ് നിരാശനായി അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പോകുന്നില്ല. അഭിമാനക്ഷതം കൊണ്ട്, അപമാനം കൊണ്ട്, ഇനി അവഗണന കൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു എന്നുള്ള ധ്വനികൾ വരികയാണ്. ആ രാജിവെക്കാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹം നിരാശനായി, ആകെ ക്ഷീണിതനായി. ഇനി ഞാൻ രാഷ്ട്രീയത്തിനെ ഇല്ല, ഇവരെയൊക്കെ പണി ഇങ്ങനെയാണ്, പറഞ്ഞു പറ്റിക്കലാണ്, എല്ലാം തരാമെന്ന് പറയും, ഒന്നും തരൂല്ല, അവസാനം ജനങ്ങൾ മുന്നിൽ നാണം കെടും. ഇത്തവണ ഇത് പറഞ്ഞിട്ടെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി. ഇപ്പോൾ ഏറ്റവും ട്രോളുകളിൽ വരുന്ന ഒരു കഥാപാത്രമാണ് സുരേഷ് ഗോപി. എന്തായാലും അദ്ദേഹത്തിന് ആ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം അദ്ദേഹം രാജിവെക്കാൻ പോകണു എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ചില സത്യതയുണ്ടെന്നുള്ളത്. കേരളത്തിനായി 3795 കോടി രൂപ വകയിരുത്തിയത് ഈ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ഒന്നും കിട്ടിയില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആമയുടെയും ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം, തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ, ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ. 2014 മുതൽ 125 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ കണക്ടിവിറ്റി ശക്തമാക്കിയിട്ടുണ്ട്. കാര്യക്ഷമതയും
സുസ്ഥിരതയും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3 വന്ദേ ഭാരത്, 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിൻ സർവീസുകൾ യാത്രയുടെ വേഗതയും സൗകര്യവും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചു. യാത്രക്കാർ ഏറെയുള്ള 2 വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 16-ഉം 20-ഉം ആയി ഉയർത്തി. സ്റ്റേഷൻ പുനർവികസനം, ഫ്ലൈ ഓവറുകൾ, അണ്ടർപാസുകൾ, എല്ലാവർക്കും പ്രാപ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ യാത്രക്കാരുടെ സൗകര്യങ്ങളെ നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളിലും എസ്കലേറ്ററുകളും ലിഫ്റ്റുകൾക്കും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ തൃപ്പൂണിത്തറയിലും ചങ്ങനാശ്ശേരിയിലുമായി 4 ലിഫ്റ്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ആലുവ സ്റ്റേഷനിലെ 2 പുതിയ ലിഫ്റ്റുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ വികസിത കേരളം, വികസിത ഭാരതം എന്നീ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി കേരളത്തിന്റെ വികസനത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന ഇടനാഴികളിൽ ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിനുമായി സർവേകൾക്ക് അനുമതി നൽകിയതായി ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഈ കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് നൽകിയത്. ഷൊർണൂർ മംഗലാപുരം 3-4 വരികൾ, കോയമ്പത്തൂർ ഷൊർണൂർ 3-4 വരികൾ, 3-ാമത്തെ 4-ാമത്തെ, ഷൊർണൂർ എറണാകുളം 3-ാം വരി, എറണാകുളം കായംകുളം കോട്ടയം വഴിയുള്ള പാത 3-ാം വരി, കായംകുളം തിരുവനന്തപുരം 3-ാം വരി, തിരുവനന്തപുരം നാഗർകോവിൽ 3-ാം വരി, തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നടപടികൾ കേരളത്തിലെ കണക്ടിവിറ്റി ശക്തമാക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഇതിലില്ലാത്ത ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു 3 മാസം മുമ്പാണ്, അന്ന് 2009-ൽ കേന്ദ്രമന്ത്രിയായിരുന്ന റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ സ്വപ്ന പദ്ധതി ഗുരുവായൂർ പൊന്നാനി ലൈൻ അത് ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിപ്പോ ശ്രീ അശ്വിനി വൈഷ്ണവ് നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് പോകുന്ന കാലം വളരെ വിദൂരമല്ല എന്ന സൂചനയും കൂടിയുണ്ട്.